വർഷങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് പറയുന്ന കാര്യമാണ് ബംഗാളിൽ സംഭവിച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ്. സൂക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിലും ആവർത്തിക്കുമെന്ന്. ബംഗാളിലെ BJP-ക്കാരിൽ 70% പഴയ CPM-കാരാണ്. മമത ഭരണത്തിൽ തൃണമൂൽ വലിയ രീതിയിൽ അക്രമം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാനാവാതെ BJP-യിലെത്തിയ ഹിന്ദുക്കളാണവർ. വങ്കനാട്ടിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ സഹായത്തോടെയാണ് CPM 33 വർഷം ഭരിച്ചത്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നവർക്ക് പോലും റേഷൻ കാർഡ് ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ ചേർക്കാൻ സഖാക്കൾ മുന്നിട്ട് നിന്നു. പക്ഷേ മമത ശക്തമായി കയറി വന്നതോടെ മുസ്ലിം വോട്ട് ബാങ്ക് തൃണമൂലിലേക്ക് പോയി. നന്ദിഗ്രാം ആക്രമണങ്ങൾ അടക്കമുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ട്. മമത ഭരണം നീണ്ടതോടെ ബംഗാളിൽ മഹാജംഗൽ രാജായി. തൃണമൂലിലെ ബൈക്ക് ബ്രിഗേഡിന്റെ അടക്കം അക്രമം കടുത്തതോടെ ഹിന്ദു വോട്ട് ബാങ്ക് BJP-യിലേക്ക് മാറി. 24 പർഗാന പോലുള്ള ജില്ലകളിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ പോലും കാവിക്കൊടി ഉയർത്തി ഒരു ഗ്രാമം ഒന്നടങ്കം BJP-യിലേക്ക് മാറിയത് വെറും